ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നീതൂസ് ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ ഒരു ഇന്ത്യൻ ഡിഷാണ് കാണിക്കുന്നത്. അതായത് പൂർ മാൻസ് മീറ്റ്, സോയ ചങ്ക്സ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോയ ചങ്ക്സ് കൊണ്ട് ഈസിയാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 100 ഗ്രാം സോയ ചങ്ക്സ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ വെളുത്തുള്ളി അരിഞ്ഞത്, 2 സവോള, ഒരു മീഡിയം സൈസ് സവോള 2 അരിഞ്ഞത്, പുഴുങ്ങി എടുത്ത പൊട്ടറ്റോ, ആവശ്യത്തിന് ഉപ്പ്. ഇത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി. അതിനുശേഷം ആദ്യം ഈ സോയാ ചങ്ക്സ് നമ്മൾ വേവിച്ച് ഊറ്റി അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കണം. എന്നിട്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട്. മസാല പ്രിപ്പയർ ചെയ്ത് വന്നു കഴിയുമ്പോൾ, അത് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യാം. പൊടികളിട്ട് പൊട്ടറ്റോ ആഡ് ചെയ്ത് അത് നോക്കി ചേർക്കണം. അത് ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ആ ഷേപ്പ് റെഡിയാക്കി എടുക്കുക. പിന്നെ മുട്ടയിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് എടുത്ത് അതിലും ഇത് ചെയ്ത് വറുത്തെടുക്കുമ്പോൾ റെഡിയാകും. സാധാരണ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ അതേ സെയിം പ്രൊസീജിയർ തന്നെ. പക്ഷേ ഇപ്പം ഈ ലോക്ക്ഡൗൺ കാലയളവിൽ മീനും ഇറച്ചിയൊക്കെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടെങ്കിൽ തന്നെ മേടിക്കാനും പേടിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സോയാ ചങ്ക്സ് എത്ര കാലം വേണമെങ്കിലും നമ്മൾ മേടിച്ച് വെച്ചാൽ ഇരിക്കുമല്ലോ. അതൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും കേരളത്തിലും കിട്ടും. അപ്പോൾ ഈ സോയാ ചങ്ക്സ് വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ നന്നല്ലേ. അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളിവിടെ കാണിച്ചു തരാം. പിന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനില്ല. ഞാൻ ഈസി ആയിട്ടുള്ള ഇതാണ് എപ്പോഴും കാണിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് എങ്ങനെ നമുക്ക് കട്ട്ലേറ്റ് ആക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാനിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 100 ഗ്രാം സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് ഈ സോയാ ചങ്ക്സ് ഈ വെള്ളത്തിലൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ എടുത്ത സോയാ ചങ്ക്സ് ഞാൻ അരിച്ച് വെച്ചേക്കുന്നത്. ഇനി ഇത് തണുത്താലേ നമുക്കിതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാൻ പറ്റത്തുള്ളൂ. കാരണം ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് കൈ വെച്ച് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വറക്കുന്നതിന് മുമ്പുള്ള ഡൗ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിട്ട് പോകും. നമുക്ക് വറുത്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന് തണുക്കാനായിട്ടിരിക്കട്ടെ. തണുത്തിട്ട് നമുക്കിത് പിഴിഞ്ഞ് കളയാം. ആ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. നമുക്ക് സോയ ചങ്ക്സ് കട്ട്ലേറ്റിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന 2 സവോള ഉണ്ട്, അതിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് സോട്ടായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വഴന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഇട്ട മസാല അതിൻ്റെ അകത്ത് ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഞാൻ 3 കൂടെ ഒന്നിച്ചെങ്കിടുക. ഓരോന്നോരോന്ന് മൂക്കാനൊന്നും നിൽക്കുന്നില്ല. ഇപ്പം നമ്മളിട്ട മസാലകളെല്ലാം മൂത്തിട്ടുണ്ട്. ഇത് മതി. ഇനിയും ഇത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന സോയാ ചങ്ക്സ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാം.
കാരണം വെള്ളമയം ഇരുന്ന സോയാ ചങ്ക്സ് നമുക്ക് കട്ട്ലേറ്റ് ആക്കുമ്പോൾ അത് ശരിയായിട്ട് വരത്തില്ല, അത് വിട്ട് പോകാനുള്ള ചാൻസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ചൈന ചങ്ക്സ് മുഴുവൻ പിഴിഞ്ഞെടുത്തു. കണ്ടോ, ഇപ്പം വെള്ളം പോയപ്പം കുറച്ചും കൂടെ ചെറുതായി. അതുപോലെ തന്നെ ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു ഇതിൻ്റെ അത്. കണ്ടോ, ഇപ്പം നമ്മൾ എടുത്തു വെച്ച സോയ ചങ്ക്സ് ഇനി അത് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ സോയ ചങ്ക്സ് എല്ലാം മിക്സറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഇറച്ചി പോലെ തന്നെ എല്ലാം പൊടിഞ്ഞ് കിട്ടി. ഈ സോയ ചങ്ക്സ് മുഴുവൻ ഞാൻ ഇപ്പം മിക്സിയിൽ അടിച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മാഷ് ചെയ്ത് അതുകൂടെ ചേർക്കാമേ. ഒഴിച്ച് യോജിപ്പിക്കാം മൊത്തത്തിൽ. കട്ട്ലേറ്റിന് ഞാനിപ്പം നന്നായിട്ട് കുഴച്ച് എല്ലാം അവിടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു. ഇനി ഇത് കട്ട്ലേറ്റ് നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് കഴിഞ്ഞിട്ട് ഒരു മുട്ടയിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് റോൾ ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിലർ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മുട്ട യൂസ് ചെയ്യത്തില്ല എന്നുള്ളവരുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഓൾ പർപ്പസ് ഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് മുക്കി ആഡ് ചെയ്താൽ മതി. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോൺസ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പം അത് കംപ്ലീറ്റ് വെജീസ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാനത് പറഞ്ഞത്. നമുക്കിത് ഷേപ്പ് ആക്കിയെടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും എനിക്ക് റൗണ്ട് ഷേപ്പാണ് ഇഷ്ടം. മറ്റേ കട്ട്ലറ്റിൻ്റെ നമ്മളൊരു ഗോപിപ്പൊട്ടിൻ്റെ ഷേപ്പ് വരുന്നതിനേക്കാൾ ഇഷ്ടം ഇതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഈ പാറ്റി എല്ലാം തന്നെ ഉണ്ടാക്കി എടുത്തു. ഒരു 19 എണ്ണോളം കിട്ടിയപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ടെന്നു. പാറ്റീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മൊത്തം 19 പാറ്റീസോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ ഓരോന്നായി എടുത്ത് ആദ്യം ഞാൻ മുട്ടയിൽ മുക്കി തന്നെ വറക്കാമേ. എണ്ണ തിളച്ചിട്ടുണ്ട്, അതിലേക്കിടാം. ഞാൻ സാധാരണ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബാറ്ററി മുക്കും, റൈറ്റ് ഹാൻഡ് കൊണ്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കും.
ഇപ്പം ഞാൻ ആദ്യത്തെ 4 എണ്ണം വറുത്തെടുത്തു. കണ്ടോ, എണ്ണയൊന്നും ഒത്തിരി പിടിച്ചിട്ടില്ല. അത് നമ്മളെ വെള്ളമായി നന്നായിട്ടങ്ങ് പിഴിഞ്ഞ് കളഞ്ഞാൽ പിന്നെ എണ്ണ പിടിക്കത്തില്ല. ഇപ്പം ഞാൻ ആദ്യം മുട്ടയിൽ മുക്കിയതാണ് കാണിച്ചത്. അടുത്തത് നമുക്ക് ഞാൻ ആ കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, ഇതൊന്നും കോൺ സ്റ്റാർച്ച് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ കലക്കിയതായാലും മതി. അത് കണ്ടുകിട്ടി കേട്ടോ, നമ്മുടെ ഈ ഇതിനൊക്കെ ഇത് ചെയ്യുന്ന പോലെ, എന്താ ഏത്തക്കാപ്പത്തിനൊക്കെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ആ കൺസിസ്റ്റൻസി. അപ്പോൾ ഒരെണ്ണം പോലും നമ്മുടെ പൊട്ടിപ്പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഉപയോഗം. നമുക്ക് ആദ്യം മുക്കി 2 എണ്ണം വറക്കാം. അതും ഇതുപോലെ തന്നെ. പക്ഷേ ഇത് മാവായതുകൊണ്ട് തന്നെ ഇത് മുങ്ങിപ്പോകാൻ ചാൻസാണ്. അപ്പോൾ പെട്ടെന്ന് മുക്കിയിട്ട് എടുക്കണം. ഇനി ബാക്കിയിട്ട് നമുക്ക് ഞാൻ കോൺ സ്റ്റാർച്ച് മുക്കിയത് വറക്കുന്നത് കാണിച്ചു തരാം. അത് ഈസിയാണ് കേട്ടോ, നന്നായിട്ട് പൊട്ടിപ്പോകത്തില്ല. അത് ഇപ്പം ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടിയിലെ കോൺ സ്റ്റാർച്ചിൽ കലക്കി വെച്ചത് വറുത്തെടുത്തിട്ടുണ്ട്. അത് വെജിറ്റേറിയൻസിന് സൂപ്പറാണ്. കണ്ടോ, ഇത് നന്നായിട്ട് ഒത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി ഇവിടെ വറുത്തെടുക്കട്ടെ. ഇപ്പം ഞാൻ അവസാനത്തേതും വറുത്തെടുത്തു. എനിക്ക് മൊത്തത്തിൽ 19 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചൈന ചങ്ക്സിൻ്റെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ മുട്ടയിൽ മുക്കി വറുത്തെടുത്തത്. ഇത് മുട്ടയിൽ മുക്കാതെ വറുത്തത്, നമ്മൾ ആ കോൺഫ്ലവർ കലക്കിയതിനകത്ത് മുക്കി വറുത്തത്. അപ്പം ഇത് എനിക്ക് 100 ഗ്രാം ചൈന ചങ്ക്സ് കൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 20 കട്ട്ലേറ്റോളം കിട്ടി. 18 എണ്ണം നല്ല വലിപ്പത്തിലും 2 എണ്ണം ഇച്ചിരി ചെറുതായിട്ടാണ് കിട്ടിയത്. അതിൻ്റെ ശരിക്കുള്ള സൈസ് കിട്ടിയില്ല. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇച്ചിരി സോസിൻ്റെ കൂടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. ആദ്യം ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഏതാ നമ്മുടെ വെജിറ്റേറിയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. കണ്ടോ, ഇതിൻ്റെ അകമൊക്കെ കണ്ടോ, നല്ല നമ്മളെ ഇറച്ചിയുടെ കട്ട്ലേറ്റ് മുറിക്കുമ്പം വരുന്ന അതേ ടെക്സ്ചർ. അത് ഭയങ്കര സൂപ്പറാകട്ടെ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ആരും കണ്ടുപിടിക്കത്തില്ല ഇത് ഇറച്ചിയല്ല എന്ന്. അതതിൻ്റെ അത് കൂടും. കഴിച്ച് നോക്കട്ടെ സോസ് കൂട്ടി. നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. ഇനി അടുത്തതൊന്ന് ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഏതാ നമ്മളെ മുട്ടയിൽ മുക്കി വറുത്തത്. അതും ടെക്സ്ചർ കണ്ടോ, നല്ല മറ്റേ ഇത് മീറ്റ് കട്ട്ലെറ്റ് പോലെ തന്നെ അകം കണ്ട് തുറക്കുമ്പോൾ നമുക്ക് ആ മീറ്റ് വരയുന്ന അതുപോലെ തന്നെ വരും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടല്ലോ. ഇത് മുട്ടയുടെ ഒരു കോട്ടിങ് ഉള്ളതുകൊണ്ട് എനിവേ അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് വരും. ആ മുട്ടയുടെ വരുന്നത് നല്ല ടേസ്റ്റായത്. ഇത് രണ്ടും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഇനി അടുത്ത ഒരു പുതിയ വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ. മുട്ടയുടേതും മുക്കി വറുത്തതും കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. എനിക്കിത് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി പുതിയതായിട്ടുള്ളവർ എൻ്റെ ഫാമിലി ജോയിൻ ചെയ്യുന്നവർ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതുക. അപ്പം അടുത്ത ഒരു പുതിയ വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.